ഇപ്പോൾ ഫാദർ ജോൺസൺ തേക്കടയിൽ കൂടി നമുക്ക് വിചാരിക്കുകയാണ്. ഫാദർ, ഒരുപക്ഷെ ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത, സംഘപരിവാർ കൃത്യമായി തന്നെ അവരുടെ അജണ്ടകൾ കേന്ദ്ര സർക്കാർ വഴി ഛത്തീസ്ഗഡിലെ BJP സർക്കാർ വഴി നടത്തുകയാണ്. ഈ സംഭവം ഉണ്ടായത്, അതായത് 8 ഗ്രാമങ്ങളിലാണ് ക്രൈസ്തവർക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് അവിടുത്തെ പഞ്ചായത്ത് അധികൃതരാണെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ BJP സർക്കാർ അറിയാതെ അല്ല എന്ന് നമുക്ക് പറയാനാവില്ല. കൃത്യമായി തന്നെ ആ അജണ്ട അവർ നടപ്പിലാക്കണം. എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ താങ്കൾ പ്രതികരിക്കുന്നത്? ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ കാണണം. ഒന്ന്, സംസ്ഥാന സർക്കാർ വളരെ ശക്തമായി തന്നെ ക്രൈസ്തവർക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വ്യക്തമായ തെളിവാണ് 8 ഗ്രാമങ്ങളിലേക്ക് ക്രൈസ്തവ സുവിശേഷകരോ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് വെക്കുകയും കയറി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2 പേര് കോടതിയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പോലീസിന്റെ സഹായം തേടിയാൽ മതി എന്ന് പറയും. അപ്പോൾ പോലീസുകാരുടെ പക്ഷത്താ നിൽക്കുക. അവരെപ്പോഴും ഈ ബജരംഗ് ദളിന്റെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള VHPയുടെയോ അവരുടെ പക്ഷത്താണ് പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന വലിയ ഒരു പദ്ധതിയാണ് ക്രൈസ്തവർക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നലെ നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രി റിജുജി ഇങ്ങനെ പറയുകയുണ്ടായി, കത്തോലിക്കർക്ക് മതപരിവർത്തനമില്ല, അവർ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ഇവർ തന്നെയല്ലേ അറസ്റ്റ് ചെയ്തത്? ഇവർ തന്നെയല്ലേ തടങ്കിൽ വെച്ചത്? അവർ കത്തോലിക്കലല്ലായിരുന്നോ ഈ കന്യാസ്ത്രീകള്? അപ്പോൾ സന്യസ്തരായിട്ടുള്ള കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവർ മതപരിവർത്തനം നടത്തുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിലാണ് അവരെ പീഡിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ വ്യക്തമായിട്ട് തന്നെ ക്ഷമാപണം നടത്തണ്ടേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി ക്ഷമാപണം നടത്തണ്ടേ? അവിടുത്തെ മുഖ്യമന്ത്രി ക്ഷമാപണം നടത്തണ്ടേ? ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, കത്തോലിക്ക സന്യസ്തര് ഇതേപോലെ മതപരിവർത്തനം നടത്തുന്നില്ല, അവർ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾ അറിയാതെ അവരെ തടവിൽ വെച്ചുപോയി എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവർ കാണിക്കണ്ടേ? മാത്രമല്ല, ഇവിടെ ക്രൈസ്തവരെ വിഭാഗിക്കാൻ തക്കവണ്ണം ക്രൈസ്തവരിൽ വ്യത്യസ്തമായ സഭാവിഭാഗങ്ങളുണ്ട് എന്നുള്ളത് ലോകത്തില് നമ്മുടെ ചരിത്രാരംഭ സമയം മുതൽ തന്നെ, ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് മുതലെടുത്തുകൊണ്ട് ഇവിടെ ഒരു ബൈഫർക്കേഷൻ ഉണ്ടാക്കാൻ തക്കവണ്ണം, ഞാൻ ഉദാഹരണം പറയുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ സന്ദർശിക്കുകയാണല്ലോ. അദ്ദേഹം മുൻപ് വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇവിടുത്തെ BJPയുടെ പ്രധാനിയായിട്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്, ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ 2ആയിട്ട് കാണണം, ബൈഫിൽക്കേറ്റ് ചെയ്യണം. ഒരു കൂട്ടര് പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെടുന്ന അവരെയാണ് നമ്മൾ വിലക്കേണ്ടത്, മറ്റേ കൂട്ടരോടൊപ്പം നമ്മൾ നിൽക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അപ്പം അടിതൊട്ട് മുടി വരെയും അവരിൽ അന്തർലീനമായിരിക്കുന്ന ക്രൈസ്തവ വിരോധമാണ്. ക്രൈസ്തവരെ എങ്ങനെ തകർക്കാം? എന്തിനാണ് ഇവർ ക്രൈസ്തവരെ ഭയപ്പെടുന്നത്? ഞങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണോ ഇവർ ഭയപ്പെടുന്നത്? ഞങ്ങൾ കൊടുക്കുന്ന സാമൂഹ്യ പരിഷ്കരണത്തെയാണോ ഇവർ ഭയപ്പെടുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയാണോ ഇവർ ഭയപ്പെടുന്നത്? അപ്പൊ ഇവരിൽ എന്തോ ആണ്ടിറങ്ങിയിരിക്കുന്നതായിട്ടുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ പല തട്ടുകളായി തിരിച്ചാൽ മാത്രമേ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള അവരുടെ ഈ മനുസ്മൃതിയിലെ അതേ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. എത്ര വർഷങ്ങളായി അവർ അതിനു വേണ്ടിയിട്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ വ്യക്തമായ നടത്തിപ്പുകളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവര് ഒന്നടങ്കം ഇതിനോട് പ്രതികരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിവക്ഷ. എല്ലാ ക്രൈസ്തവരും ഐക്യമായി തന്നെ ഇവിടെ തോളത്ത് കൈയിടാൻ വരുന്ന BJP നേതാക്കന്മാരോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് സഭകളെ വ്യത്യസ്തമായി കാണുന്നു? എല്ലാവരും ഒറ്റയടിക്ക് ക്രൈസ്തവർ എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്? ഇതിനകത്ത് ഒരു ഘടകം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ അവരെങ്ങനെയാണ് മനുസ്മൃതി പറയുന്നത് നടപ്പിലാക്കുന്നു. അതായത് മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, ഇതാണ് അവർ പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കൈയിടാൻ വരുന്ന മോദി അല്ലെങ്കിൽ ഈ സംഘപരിവാർ നേതാക്കളുണ്ട്, സംഘപരിവാർക്കാരുണ്ട്. ആ കൈയിടുമ്പോൾ അതിൽ മയങ്ങി വീണു പോകുന്ന ഒരു വിഭാഗമുണ്ട് ക്രൈസ്തവർക്കിടയിൽ തന്നെ. അവർ തന്നെ ചില BJP സർക്കാർ, കേന്ദ്ര സർക്കാർ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ്, ഇത്തരത്തിലുള്ള ഭിന്നിപ്പിന് കൂട്ടുനിൽക്കരുതെന്ന് പറയേണ്ട സാഹചര്യം കൂടി ഇല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ക്രൈസ്തവരായിട്ട് അങ്ങനെ വീണ് കിടക്കുന്ന ക്രൈസ്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവരോട് ചോദ്യം ചെയ്യാനുള്ള നട്ടെല്ലാണ് നിങ്ങൾക്ക് ആവശ്യം. അതില്ല എങ്കിൽ നിങ്ങൾ വെറും എന്താ പറയാ, സ്ത്രീ പുരുഷനല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവര്
തോളത്ത് കൈയിടുകയും നിങ്ങൾക്ക് കേക്ക് കൊണ്ട് തരികയും ചെയ്യും. നാളെ നിങ്ങളുടെ കൈകളിലേക്കും നിങ്ങളുടെ നെഞ്ചിലേക്കും അവര് ശൂലം കുത്തിയിറക്കും എന്നുള്ളത് വളരെ എന്താ പറയാ, വളരെ യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു സൂക്ഷ്മ ബുദ്ധിയാണ് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടുന്നത്. അതില്ലാതെ പോകുന്ന ആളുകളെ കുറിച്ച് പരിതപിക്കാനുള്ള എന്താ ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ ബോധവൽക്കരണം കൊടുക്കാതിരുന്നിട്ടാണോ? പക്ഷെ നക്കാപ്പീച്ച കിട്ടുമെന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തിൽ ചില ആളുകളൊക്കെ അതിന് വീണു പോകുന്നു. വലിയ വലിയ ഉന്നതന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളാണ് അതിനകത്ത് വീഴുന്നു പോകുന്നത്. അപ്പൊ അവരെ പോലെയുള്ള ആളുകൾ വീഴുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള, സംഘടിതമായി തന്നെ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ അധികൃത വർഗമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ളത്. അപ്പൊ ആ വിഭാഗത്തെ എതിർക്കുക എന്നാണ് അർത്ഥം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ചണ്ടാളന്മാരെ എതിർക്കുക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ഭാഷയല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹീനരായിട്ടുള്ള, ഏറ്റവും നികൃഷ്ടരായിട്ട് അവർ കരുതുന്നതായിട്ടുള്ള ആളുകളെ എതിർക്കുക. അവർ വളരരുത്, ഇവിടെ ചാതുർവർണ്ണ്യം മതി എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പൊ അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി, അതിന് വളം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കാനാണ് ചില ആളുകളൊക്കെ ഉദ്യമിക്കുന്നത്. അത് വലിയ അപകടം ചെയ്യും. വരുന്ന തലമുറയ്ക്കെതിരെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അതെന്നുള്ളതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ തടവിൽ പാർപ്പിച്ച വിഷയമെല്ലാം അറിയുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചിലർ എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു പക്ഷേ വലിയൊരു വിഭാഗം ജനങ്ങൾ, വളരെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ വലിയ ആളുകളുമുണ്ടല്ലോ സഭയുടെ മേലധ്യക്ഷന്മാരായിരിക്കുന്ന, അവർ തന്നെ പറയുമ്പോൾ വിശ്വസിച്ചു പോകുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവൃത്തി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒരുപക്ഷേ ക്രൈസ്തവ സഭകൾ ഇതിനെതിരെ, ഈ സംഘപരിവാറിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ബോധവൽക്കരണമല്ല, അതിനും അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് വീണ്ടും അവിടെ വിഘടനവാദവുമായിട്ട് ചില ആളുകൾ വരുന്നത്. അവര് പറയുന്നതായിട്ടുള്ള കാര്യം, ഇവിടുത്തെ ഇടതുപക്ഷമായിരുന്നാലും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ UDF അങ്ങനെയുള്ള ആളുകള് വേണ്ടുന്ന തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കരുതുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഇടതുപക്ഷവും അതേപോലെ UDF ഒക്കെ ഇവിടുത്തെ എല്ലാ സമൂഹത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കാനും കൂടെ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ഇവരുടെ ഉള്ളിലുള്ള ക്രൈസ്തവർ ചാഞ്ഞുപോയിട്ടുള്ള, BJPയുമായിട്ട് ചാഞ്ഞുപോയിട്ടുള്ള സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഭയം മാറുകയുള്ളൂ. ഇപ്പൊ അവർക്കൊരു ഭയമുണ്ട്, ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചോദ്യമാണ്. അതോടൊപ്പം തന്നെ UDFും ആ കാര്യത്തിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ കേരളത്തിലെ മണ്ണ് ഈ ബജരംഗ് ദാളിന് വേണ്ടിയിട്ടും VHPക്ക് വേണ്ടിയിട്ടും പാകപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ക്രൈസ്തവരും അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ളവരും ഒരുമിക്കണമോ, അവരതിന് മെനക്കെടണമോ? ഈ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതും നന്നായിട്ട് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജനത്തിന്റെ ആശങ്കകൾ മാറുകയും ഇവിടെ നമുക്കൊരു വളരെ സന്തുലനമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാക്കാൻ കഴിയുകയും ചെയ്യും. ആ ഒരു കാഴ്ചപ്പാട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഛത്തീസ്ഗഡ് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ഒരു അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. മധ്യപ്രദേശില് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കാരണവുമില്ല പ്രാർത്ഥനാ മീറ്റിംഗ് നടത്തി അവിടെ ഉപദേശിയായിരുന്ന വ്യക്തിയെയും അവിടുത്തെ വിശ്വാസികളെയും പിടിച്ച് അറസ്റ്റ് ചെയ്തു. അത് അന്വേഷിക്കാൻ പോയ അച്ഛനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ അറിയാതെ പോകുന്നു, ആരും അത് ഗവനിക്കുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പം ഒരു ഭാഗത്ത് കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ, പ്രസ്ഥാനങ്ങൾ മതപ്രീണനം, ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കുന്നു, അതുകൊണ്ട് ക്രൈസ്തവരെല്ലാം അതിനെ എതിർക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടെ സംജാതമാക്കപ്പെടുന്നു. അപ്പൊ ഈ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ തക്കവണ്ണം ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഫാദർ. ഒരുപക്ഷെ താങ്കൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നത്. അതായത് എല്ലാ തരത്തിലുമുള്ള മതസംഘടനകൾക്കും എല്ലാ സമുദായങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഒരേ ഒരു തുരുത്ത് കേരളമായി മാറുകയാണ്. വളരെ കൃത്യമായ നിലപാടുകൾ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ, അത് ആ തുരുത്തായി തീരാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. അവർ കൊണ്ടുവന്നതായിട്ടുള്ള നവോത്ഥാനങ്ങൾ നമ്മുടെ നാടിനെ സ്വാധീനിക്കുകയും അത് ആഴത്തിൽ വേരൂന്നുകയും
അങ്ങനെ ദൈവസ്നേഹത്താൽ നമ്മളെല്ലാം പടുത്തുയർത്തുകയും ചെയ്തു. നിഷേധികളാണെങ്കിൽ പോലും നമുക്കൊരു ബേസ് ആ വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ വന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ പ്രവർത്തിക്കുന്നത്. അവരിലും ഈ മാനവികത വരണം, അവരിലും ഈ ദൈവിക അവബോധം ഉണ്ടാകണം. അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകളെയാണ് ഇവരെ ക്രൂശിക്കാനായിട്ട്, ശൂലം ഇറക്കാനായിട്ട്, അവരെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നത്. അപ്പൊ അതിനെതിരെ നമ്മൾ സുസംഘടിതമായി തന്നെ പ്രവർത്തിക്കണം. കേരളത്തിൽ നിന്ന് ഒരു വലിയ മുന്നേറ്റം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാകാൻ തക്കവണ്ണം ഐക്യത്തോടെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് റിജുജിയെ പോലുള്ള ആളുകളൊക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരുന്ന ആളുകളോട്, നിങ്ങൾക്ക് സാമൂഹ്യ നവോത്ഥാനത്തെ കൊണ്ടുതരുന്ന ആളുകളോട് എന്തിനാണ് നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുന്നതെന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം കൂടെ നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകണം. അത് രാഷ്ട്രീയ തലത്തിലും ഉണ്ടാകണം, അതേപോലെ തന്നെ ക്രിസ്തീയ നേതൃത്വ നിരയിൽ നിന്നും ഉണ്ടാകണം. ഞാനത് കൃത്യമായി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഇനിയും വേണമെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കാനുള്ള ആർജവും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കുണ്ട്. എന്നാൽ അതില്ലാത്ത ആളുകൾ പലപ്പോഴും അവർക്കൊക്കെ കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം കൂടെ പ്രസ്താവിക്കുകയാണ്. ശരി, വളരെ നന്ദി ഫാദർ. ഈ സാഹചര്യത്തിൽ ഫാദർ ജോൺസൺ തേക്കടയിൽ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച്